രാവിലെ 4:30. ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എ ന്യൂ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നാളെ നമ്മുടെ വീടിൻ്റെ പുതിയ വീട് മേടിച്ചതിൻ്റെ ഹൗസ് വാമിങ് പാർട്ടിയാണ് ഗൈസ്. സോ ഇന്ന് നമ്മൾ ചേച്ചിയെ പാറുനെ വിളിക്കാൻ പോകാൻ കേട്ടാ. ഓക്കെ, അപ്പം ഞാൻ ഇതൊക്കെ വേഗം പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ വേഗം റെഡി ആവട്ടെ. നമുക്ക് 4:30 4:45 ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ വേഗം റെഡി ആവട്ടെ. ആൻഡ് റെഡി ആയിട്ട് ബാക്കിയെല്ലാം പരിപാടികളും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാം. ആക്ച്വലി എനിക്കിപ്പോൾ 2-3 ദിവസം 4 ദിവസമായി കുളിച്ചിട്ട്, കാരണം നല്ല പനിയായിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും മാറിയിട്ടില്ല എനിക്ക്. ബട്ട് ചേച്ചിയും പാറുവിനെയും വിളിക്കാൻ ഞാനാ പോണം. കാരണം പപ്പയുടെയും മമ്മിയുടെയും ഇവിടെ ആവശ്യമുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല മറ്റേ എന്നാ നമ്മുടെ MT ഹൗസ് ടൂറിൽ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ പണി തുടങ്ങുന്നുള്ളത്. അപ്പോൾ പണിക്കാരൊക്കെ വരുമ്പോൾ ഇവിടെ ആരെങ്കിലും വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോയി വിളിച്ചിട്ട് വരാൻ. ഇപ്പോൾ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് എനിക്ക് നടക്കാനെങ്കിലും പറ്റണ്ട. ഞാൻ മാറാനായിട്ട് ചെവിയിൽ പനിയൊക്കെ വച്ചേക്കാം. എന്നെ കുളിച്ച തല എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറേ ദിവസമായിട്ട് സീറമൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. മുടി ഭയങ്കരമായിട്ട് പിറപിറാന്ന് കിടക്കണം. കുറച്ച് വൃത്തിയായിട്ട് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കോലം നിങ്ങൾ കാണുമായിരുന്നു. ഞാൻ ആദ്യം മിനി വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ എൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് പോട്ടെ, നമുക്ക് ഫുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് തന്നെ. ഇതങ്ങോട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നത് സെറ്റായി. 3 ദിവസമായിട്ട് മുഖം പോലും കഴുകിയിട്ടില്ല. സോ ഇന്ന് കുറച്ച് മുഖം കഴുകിയിട്ട്, മുഖം കഴുകാണ്ട് സ്കിൻ കെയർ ചെയ്യാണ്ട് സ്കിൻ ഒന്നും കൂടെ ഗ്ലോയിങ് ആയതുകൊണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. മോർണിംഗ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നീ ബ്ലാക്ക് പാൻറ്റിൻ്റെ ഒപ്പം, ഒന്നല്ലെങ്കിൽ ഈ ഗ്രേ ടോപ്പ്, അല്ലെങ്കിൽ ലൈറ്റ് പർപ്പിൾ ടോപ്പ്, പിന്നെ ഒരു പിങ്ക് പാൻറ്റിൻ്റെ കൂടെ ഈ ബ്ലൂ ടോപ്പ്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പ്. ആക്ച്വലി തിരിച്ച് വരുമ്പോൾ എനിക്ക് വേറെ ടോപ്പ് ഇട്ടിട്ട് വരാൻ ആഗ്രഹം. കാരണം അല്ലെങ്കിൽ തന്നെ കുളിച്ചിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഡ്രസ്സെങ്കിലും ഇത് രണ്ടും ഇട്ടിട്ട് പോകാം. കാരണം ഫുൾ സ്ലീവ് ആണ്. എന്തായാലും പോകുമ്പോൾ ഫുൾ സ്ലീവ് തന്നെ എനിക്ക് ഇടണം. ഇപ്പോൾ രാത്രി ആണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വെളിച്ചം തുടങ്ങുമല്ലോ. അപ്പോൾ ടാനിങ്ങും ഉണ്ടാവില്ല. തിരിച്ച് വരുമ്പോൾ വൈകുന്നേരം ആവും ചേച്ചിയും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുമ്പോൾ. അപ്പം ഇത് ഇടാമെന്നാണ് വിചാരിക്കണേ. സബായോ ഇട്ടിട്ട് വരാം. ഈ ആസ് യൂഷ്വൽ ലേറ്റ് ഉള്ള പപ്പയുടെ. ഗുഡ് മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മമ്മി. മമ്മിയെ കാണും. അപ്പോൾ നമ്മൾ ഊബർ ഓട്ടോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ്. നമുക്ക് വേഗം പോവാം. എവിടെ പോയി വരാന്ന് പറഞ്ഞിട്ട് സ്റ്റേഷൻ എത്തിയിട്ടാ. അയ്യോ ഇറങ്ങട്ടെ. നമ്മൾ ഈ ഡബിൾ ഡക്കറിലാണ് പോകാൻ പോണത് കേട്ടാ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ആദ്യമായിട്ടാണ് ഞാൻ പോണത്. നമ്മുടെ C9 ആണ് കേട്ടാ കോച്ചിന്റെ. ഭയങ്കര എക്സൈറ്റഡ്. ഭയങ്കര താഴ്ത്തുമ്പോൾ എന്നെ താഴ്ത്താണ് കേട്ടോ. പക്ഷെ തിരിച്ചു വരില്ല ചേച്ചിയെ പാറുമായിട്ട്. അപ്പോൾ നമ്മുടെ മുകളിലത്തെയാണ് കുന്ത. ഞാൻ പാൻറ്റിൽ ബെൽറ്റ് ഇടാൻ മറന്നു. പിടിച്ചോട്ടാ. 48 ഇവിടെ അല്ല, താഴെയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു താഴെ 48 പോരെ, നോക്കാലോ. ഇവിടെ ഉള്ള 48 തരാം നമ്മുടെ സീറ്റ്. അപ്പൊ ശരി ബൈ. എല്ലാം ഇട്ട് തരാം. നിനക്ക് ഞാൻ തന്നെ ഉണ്ടാ, ഞാൻ വന്നോളാം. ഇല്ല വാ ഞാൻ വന്നിരുന്നോളാം. അപ്പ എവിടെ പോയി? അപ്പ ഇറങ്ങിയ ഞാനെങ്കിലും ഒപ്പ. ഇല്ല ഞാനിവിടെ നിക്കോളൂ. പോവാ നിക്കോന്ന് പക്ഷേ പറഞ്ഞിട്ട് കാണാലോ അവിടെ. ഇവിടെ ഇരുന്നോപ്പാ. അപ്പൊ ഇറങ്ങിപ്പോ മമ്മി ഇറങ്ങും. പതുക്കെ ഇറങ്ങും. അയ്യോ പതുക്കെ നോക്കി ഇറങ്ങണേ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഇടാം മാപ്പ് ഇടാം. എല്ലാം ഉണ്ട്. ശരി ഓം നമ ശിവായ. വാ പിള്ളേരെ നമുക്ക് പോകാം. വേഗം കഴിക്കാൻ കിട്ടിയാൽ മതിയോ?
സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ചേച്ചി ഒരു ഓട്ടോക്കാരനെ വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് പരിചയമുള്ളൂ. അതിനെ ഞാൻ തപ്പട്ടെ. അങ്ങനെ വന്നിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അന്ന് കോളേജ് ചോദിച്ചു നോക്കട്ടെ. പിന്നെ എൻ്റെ പാൻറ് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു റബ്ബർ ബാൻഡ് തലയിലിടുന്ന അത് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിഫോം ഒക്കെ ഇട്ട ആള്. പിള്ളേരെ നമ്മുടെ ചേച്ചി പഠിപ്പിക്കുന്ന സ്കൂളാണ് ഇത്. പിള്ളേരുടെ എന്തോ സാധനം ഇങ്ങനെ ക്രാഫ്റ്റ് പോലത്തെ എന്തോ സംഭവം അങ്ങനെ ഒട്ടിച്ചിട്ട് പശ വെച്ച് ഒട്ടിച്ച് ഉണക്കാൻ വെച്ചേക്ക. ഇതൊക്കെ ടീച്ചർമാരുടെ പണിയായിരുന്നില്ല. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മൾ ചെറുതായിരുന്നപ്പോ എങ്ങനെയായിരുന്നോ? എന്ത് ക്യൂട്ടാ നോക്കി പെൻസിൽ നോക്കിയേ. എന്ത് ക്യൂട്ടാന്ന് എനിക്കിത് ഓർമ്മ വരാം കേട്ടോ. നമ്മള് പെൻസിലും പേന വെക്കണ ആ ഒരു സ്ഥലം. അയ്യോ പഠിത്തം വിട്ടിട്ട് എത്ര കാലമായി മോളെ. ചേച്ചി ഈ ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചറാണ്. ഈ ചിക്കടി ചിക്കടി പിള്ളേര് നോക്കിയേ. चुकड़ू सब हाय बोलो. तुम लोग का लिफ्ट बहुत अच्छा है यार. हमारा भी अच्छा है. स्पेस नहीं, तुम्हारे लिफ्ट में ना मिरर है इसलिए मुझे पसंद है. 2 hours later. നമുക്ക് പോവാം. പാതുവിനെ വിളിക്കാൻ ആളിപ്പോ വരൂട്ട സ്കൂളിൽ നിന്ന്. ഞാൻ എങ്ങനെ പോകാം? ഗ്രൗണ്ട് ഫ്ലോർ. പാറു അറിയാണ്ടാവുള്ള നല്ല മാസി. ഞാൻ ടോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ കണ്ടതേ. ഇവിടെ ഞാൻ ഈ കാണണ്ട റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ബെൽറ്റ് ആക്കി. ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മൾ. സാരല്ല, ബാൻഡേജ് കൊണ്ടിരുന്നത് എത്ര മാത്രം. ഞാൻ ടോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കാരണം അത് ഭയങ്കര ചൂടെടുക്കണ്ടായിരുന്നു. പാറു ഈ ഗ്രൗണ്ട് പാറു വന്നാ. ഈ പാറുന്റെ വണ്ടി ആയിരുന്നല്ലോ അതല്ലേ? ആ അതെ, ഇതാന്ന് തോന്നുന്നു കേട്ടോ. പാറുവിന്റെ വണ്ടി അല്ലേ? സോറി, ഇതും അല്ല. ആണോ? അല്ലേ? അല്ല അല്ല. ഈശ്വര, പാറു പോയാ? പാറു ഒറ്റയ്ക്ക് കയറിപ്പോയാ? ഇനി മറ്റേ ലിഫ്റ്റിൽ നിന്ന് എന്നെ കൊല്ലും അവള്. ഗൈസ് നമ്മന്റെ വലിയ ആള് പറു. ഹായ് ഗൈസ് പറ. നമുക്ക് വേഗം പോവാം. വാ, നമുക്ക് ചുറ്റുകാടി പോകണ്ടേ? മാസിയുടെ വീട്ടിലോട്ട് പോകണ്ടേ? വാ മാസി പൊക്കാൻ നോക്കട്ടെ. ഇപ്പൊ കിട്ടുമെന്ന് അറിഞ്ഞൂടാ ആളെ എനിക്ക്. പണ്ടത്തെ കൂട്ട്. വാ കേറിക്കോ കേറിക്കോ കേറ് കേറ്. എന്റെ അമ്മേ ഭയങ്കര ജിമ്മത്തി ആവാൻ നോക്കിയതാ ഞാൻ. അമർത്തിക്കോ. ഓക്കെ ഗൈസ്, നമ്മുടെ യാത്ര ഇവിടെ വരെ. മാമോനെ താഴ്ത്തു വന്നു. ഓ പിള്ളേരെല്ലാം പഠിച്ച്, എനിക്ക് മാത്രം വിവരമില്ലാത്തത്. മാഷിയെ പോലെ ഗ്ലാസ് ഒക്കെ വെച്ചാ എന്റെ വാതുമോൻ. ഗൈസ് പാറു എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഞാൻ കാണിച്ചരാ വണ്ടി. मेघा डे फ्राइडे 14 to 24 वैलेंटाइंस डे का. कितना क्यूट लग रहा है यार. डोरेमोन ഉണ്ട്, നോബിത, ഒരു ഷിൻചാനും കൂടെ ഉണ്ടാവായിരുന്നു. നല്ല രസമല്ലേ? വാവ്, താങ്ക് യു പാതുമാ. താങ്ക് യു, വെൽക്കം. ഓടി चाबी देना मत भूलना. लेट्स गो लेट्स गो. ओड़ा क्यों लिफ्ट बंद है? नहीं चालू. हां, उसको चल के आना पसंद है. अच्छा वेरी गुड, अच्छी बात है. കണ്ടുപിടിക്ക്. ഞങ്ങൾ രണ്ട് ഒതുക്കികൾ ഇവിടെ ലിഫ്റ്റും കാത്തിരിക്കാം. പാറുത് സ്റ്റെപ്പിനാണ്. അല്ല എന്ത് ഇഷ്ടപ്പെട്ടു ഈ ലിഫ്റ്റ്? എന്റെ കണ്ണ് കിട്ടി ലിഫ്റ്റിന്. ഇല്ലില്ല പറയാം. പർപ്പിൾ കോട്ട്. ഡബിൾ ഡക്കറിലിരിക്കോ? മുകളിലാണ് കേട്ടാ. പൊക്കോ മോനെ. 91, 92, 93. അച്ചോ ഇത് തന്നെ കേറിക്കോ. ശബാഷ്. നമ്മൾ വണ്ടി കേറിയിട്ട് നമ്മുടെ ഇത്തവണത്തെ സീറ്റ് മുകളിലാണ്. ആർ യു എക്സൈറ്റഡ്?
ഇതിന് തീറ്റയുടെ മാത്രം ചിന്ത ഈ നേരം. നമുക്ക് വടാപ്പാവ് എല്ലാം വരുമ്പോൾ കഴിക്കാം. ആക്ച്വലി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പുറത്തൊക്കെ കഴിക്കരുത്. പക്ഷെ എനിക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട്. ഞാൻ 2 നേരത്തെയും ഗുളിക കഴിച്ചതുകൊണ്ടിട്ടാ. അപ്പോൾ വല്ല ഫുഡൊക്കെ വരുമ്പോൾ കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തത്തെ സീൻ കാണിച്ചു തരാം. ഇവിടെ നിൽക്കുന്ന നല്ല പൊക്കത്തിലാണ് കാണാൻ പറ്റും. ലുക്ക് ഗൈസ്, നല്ല പൊക്കത്തിൽ നിന്ന് നമുക്ക് കാണാം. പിള്ളേരെ തീറ്റ ടൈമായല്ലോ ഗൈസ്. നമുക്ക് എപ്പോഴും ഉള്ള വടാപ്പാവ് നല്ല ചൂടിട്ടോ. ടേസ്റ്റ് ഉണ്ടോ? അയ്യോ പാവം. നമ്മ മേടിച്ചു ബിങ്കോ നാച്ചോസ്. ഇതിനെ പുറകെ ഒരു സോസ് ഉണ്ട്, നമുക്ക് കഴിച്ചോ കേട്ടാ. പറിച്ചോ. അങ്ങനെ തന്നെ നല്ല അനുസരണമുള്ള മോളെ വളർത്തിയല്ലോ. കൊച്ചിന് മനസ്സിലായി ആർത്തിപ്പണ്ടാറ് അമ്മേനെ കിട്ടിയത്. ഒന്ന് വേഗം അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ആണ് മാസിക്ക് തരുന്നത്. താങ്ക് യു. ഇത് നമ്മുടെ പാവം അമ്മയല്ലേ, മാസിക്ക് കൊതി കിട്ടുന്ന. താങ്ക് യു. പോയാ പൊക്കോട്ടെ. താങ്ക് യു. എങ്ങനെയുണ്ട് സോസ് വെച്ചിട്ട്? നല്ലതാണോ? വച്ചോ, അത് മാറ്റോ. അമ്മൂനും വേണമായിരുന്നു. അങ്ങനെ പറയാം. ഞാൻ വെച്ച് ഇന്ന് നോക്കാൻ വന്നതാണ്, മുക്കാൻ വന്നതാണെന്ന് അറിഞ്ഞില്ല. സോസ് എൻ്റെ കയ്യിലുണ്ട്, അത് തരാം. लेकिन वड़ा पाव चाहिए मेरे को. क्योंकि वहाँ वैसा वाला वड़ा पाव मिलता ही नहीं. थैंक यू मना. मस्त दे कुछ. अच्छा सॉस मांग रही थी मेरे को, तेरे को दे रही थी. ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഗ്ലോയിൻ്റെ രഹസ്യം. ബാക്കി കൊച്ചു തിന്നോട്ടെ. വടാ പോയിണ്ടായിരുന്നു. ബാക്കി മോൻ തിന്നോട്ടാ. കൊച്ചിന് വേണ്ടി മേടിച്ചിട്ട് 2 തള്ളകൾ ഇരുന്ന് തിന്നരുത്. ഇല്ലായിരുന്നെങ്കിൽ എന്നോട് പറയുന്നില്ല. ഇപ്പൊ ഇതെല്ലാം അകത്ത് ഒരെണ്ണം കൂടെ കിടപ്പുണ്ട്. അതൊരു കൊണ്ടൂല. ചേച്ചിക്ക് ആ ചാർജർ പോയിട്ട് ഫോണില്ല. അവിടെ പോയി സാധനം ഗൈസ് നമ്മൾ കഴിക്കാൻ പോടുത്താണ്. ആദ്യം നമുക്ക് പൊട്ടിക്കാം, എന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ആൾക്കാരുടെ കണ്ണ് കിട്ടാണ്ടിരിക്കാൻ കുറച്ചെടുത്ത് കളയാം. താങ്ക്സ് ബേബ്. ഓക്കെ, ആറിന് പൊട്ടിയത് തരാം. നല്ലത് അതെ, പൊട്ടിയത് ഇതാണ്. ബോൺ അപ്പറ്റീറ്റ്. ആറിന്റെ അമ്മയ്ക്ക് പൊട്ടിയത് കൊടുക്കാം. ആറിന്റെ അമ്മ നോക്കിയിരിക്കുകയാണ് ഏതാ കിട്ടണേന്ന്. ബോൺ അപ്പറ്റീറ്റ്. അപ്പീട്ടെന്ന് എന്നാ പറയാ? ബോൺ അപ്പീട്ടെന്ന്. ബ്രോ ടേസ്റ്റ് കഴിച്ചോക്കിയായി. കൊള്ളാന്ന് പറയാ. കൊള്ളാൻ പോലെ ഒന്നുമില്ല വേണം. നല്ല ബാൻഡിലാണ് ഇങ്ങോട്ടത് കേട്ടോ. ഇങ്ങോട്ട് വടപ്പ വരുമ്പോ നമുക്ക് ചെന്നോടാന്നേ. അതാ ഇതാട്ടോ നമ്മുടെ ഡസ്റ്റ്ബിൻ. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ്. ദീദിനെ കിസ്. മോനെ ഉമ്മക്ക് വാഴക്ക് ഉമ്മക്ക് മാഷല്ലേ പറയണേ. കൊടുക്ക് 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 കൊടുക്ക്. അയ്യോ പാറു നോക്ക് പാറു നോക്ക് പാറു നോക്ക് കൊടുക്ക്. അയ്യോ ഷിൻറ്റി ഇങ്ങോട്ട് വന്നെ. ഷിൻറ്റി ഇങ്ങോട്ട് വന്നെ. എന്തോന്നു നമ്മളെത്തി പിള്ളേരെ. നമ്മൾ വേഗം ഊബർ വിളിച്ചിട്ട് പോവാട്ടാ. ഊബർ വിളിക്കട്ടെ. ഇത് 6ാമത്തെ പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നു. ആ അതെ അതെ.
നമുക്ക് ഫസ്റ്റ് പ്ലാറ്റ്ഫോം വരെ പോകണം. ഇപ്പൊ ഞാൻ ഊബർ ചെയ്യണില്ല കേട്ടോ, അവിടെ എത്തിയിട്ട് ചെയ്താൽ മതി. ഭൂതപ്പാൽ ഭൂതപ്പാൽ എവിടെ എത്തി? ബാസിന്റെ വീട്ടിൽ എവിടെ എത്തി? ലിഫ്റ്റി ഓടി നട്ടാട്ടോ. അരേ കണ്ടില്ലല്ലോ, ക്യാമറയിൽ പതിഞ്ഞു കാണും ഒരു പെണ്ണ് ലിഫ്റ്റ് നശിപ്പിച്ചു എന്നും പറഞ്ഞിട്ട്. ഞാൻ ശരിപ്പ കിട്ടോളാം, അവിടെ ഇട്ടിട്ട് വെക്കോ. ഇപ്പൊ കേറ് 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 കേറ്. എന്റെ വാതിൽ ഒറ്റയ്ക്ക് എന്നിട്ടാ തിരിച്ച് ഭയങ്കരമായിട്ട് ആയിടാ ഗൈസ്. ഓക്കെ, ഇവിടെ തുള്ളലുണ്ട്, പക്ഷെ എന്റെ മോന് കൊണ്ടാ. അപ്പൊ ശരിട്ടാ, നമുക്ക് നാളെ കാണാം. നാളെ നമ്മുടെ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. അപ്പൊ നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പൊ തന്നെ ഓടിപ്പോയി. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. സ്റ്റക്കായി പോയി. ഓക്കെ, അപ്പൊ ഇന്ന് രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോയിട്ടില്ല, അവിടെ വൃത്തിയാക്കുക ആൻഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇന്നും വൈകുന്നേരം നമ്മുടെ വീടിന്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ. അപ്പൊ അതിന് മുന്നേ നമുക്ക് കുറച്ച് സെറ്റാക്കി വെക്കണം. മുഴുവൻ വീട് കാലിയായി, ഇന്റീരിയർ ഒന്നും കഴിഞ്ഞിട്ടും കൂടി ഇല്ലാട്ടാ. പക്ഷെ ചിലരുടെ എക്സാംസ്, പാറുവിന്റെ എക്സാം കഴിഞ്ഞ് പിന്നെ ചേച്ചിയുടെ സ്റ്റുഡൻസിന്റെ എക്സാംസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു 10-20 ദിവസം അതിനകത്ത് തന്നെ പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവരുടെയൊക്കെ പരിപാടിക്ക് മുന്നേ തന്നെ നമ്മുടെ ഫംഗ്ഷൻ ഒക്കെ കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിച്ചു. കാരണം ഈ മാസം എനിക്ക് ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടത് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവേണ്ടതാണ്. പോയി ഫുൾ വീട് വൃത്തിയാക്കാം. ആൻഡ് വൃത്തി ഓൾറെഡി ആണ്, കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ എന്താ സംഭവങ്ങളൊക്കെ, പൂജയും ഗൃഹപ്രവേശ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയതാണല്ലോ. നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. പപ്പ ഉണ്ടാക്കി തന്നതായിരിക്കും എന്റെ നമ്മുടെ വീടിന് വേണ്ടിയുള്ള ബോർഡാണ് ഗൈസ്. ലുക്ക്, കാരണം നമുക്കിപ്പോൾ നെയിം പ്ലേറ്റ് വന്നിട്ടില്ലല്ലോ, ഇപ്പോൾ ജസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ടല്ലേ ഉള്ളൂ. ആൻഡ് ഇന്റീരിയർ നമ്മൾ കുറച്ച് പോസ്റ്റ്പോൺ ചെയ്തിട്ടാണ് കേട്ടോ. ബിക്കോസ് ഇന്റീരിയർ നടന്നുകൊണ്ടിരിക്കാൻ ഇടയ്ക്ക് ആൾക്കാർ വന്നൊക്കെ കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നാളെ മറ്റന്നാളേക്ക് ഇന്റീരിയർ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞേക്കണേ. ഇനി നമുക്ക് പോകാം. ചേച്ചി ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോണത്. വാ, നമുക്ക് റിയാക്ഷൻ നോക്കാം ഒരാളുടെ. നമ്മുടെ വീട് ഇവിടെ ബെല്ലൊന്നും കണക്ട് ചെയ്തിട്ടില്ല. എന്താ വാതിലോർക്ക് അത്ര നേരം പിടിച്ചേ? ഗുഡ് മോർണിംഗ് പറഞ്ഞോ. പക്ഷേ വീട് ഇഷ്ടായ ഗൈസ്? പപ്പ ഇവിടെ ചില്ല് ക്ലീൻ ആക്കാൻ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട കേട്ടാ, കാരണം ഇത് ഭയങ്കര കോൺസെൻട്രേഷൻ പരിപാടിയാണ്. പാറുമാ മോനെ അതൊന്നും പിടിച്ചതല്ല മുംബൈ പോണ ബിൽഡിങ് നല്ല ഇഷ്ടായ? സച്ച് ചേച്ചിക്ക് നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടു. മാസ്ക് പहनले പോയി. ഓക്കെ ഗൈസ്, സോ നമ്മളതേ ചിമ്മിണി ഇവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നോ അവർക്ക് ഓർമ്മതേ ഒരാളുണ്ട്. നമ്മളെ ചിമ്മിണി ഇത് പൊളിയാട്ടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇത് ഓട്ടോമാറ്റിക്കാ ഗൈസ്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് അത്ര അറിഞ്ഞുകൂടാട്ടോ. ഞാൻ സത്യം പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ട് ചിമ്മിണി നേരെയാണ് കാണുന്നത് കേട്ടോ. ആരുടെ വീട്ടിൽ പോലും നമ്മളങ്ങനെ കയറി ചെല്ലും ശ്രദ്ധിച്ച് നോക്കൂലല്ലോ. ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. ഉണ്ടാവും. അപ്പൊ തോരൻ ഇട്ട് ഇവിടെ നല്ല ഭംഗിയുണ്ടല്ലേ. പപ്പയില്ലേ ഫുൾ വീടിന്റെ ഗ്ലാസ് നോക്കിയ ഗൈസ് ക്ലീൻ ചെയ്തേക്കണം. മറ്റേ കോളിന്റെ സ്പ്രേ ഇല്ല, അത് യൂസ് ചെയ്തിട്ട് നോക്കി ക്രിസ്റ്റൽ ക്ലിയർ. പെട്ടെന്ന് തോന്നും കൂടി ഇവിടെ ചില്ലുണ്ട് നോക്കി. അത്ര അടിപൊളിയാണ്. അന്നെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം, അന്നെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് empty ഹൗസ് ടൂർ കാണിച്ചപ്പോൾ എത്ര എങ്ങനെയായിട്ടിരിക്കാം. പക്ഷെ ഇന്ന് നമുക്ക് എത്ര ക്ലിയർ ആയിരുന്നു. എവിടെ പോയി നമ്മുടെ എഞ്ചിനീയർ? ഇപ്പോഴും തീർന്നിട്ടില്ല. എത്ര നടത്താനും തീരില്ല. അതുപോലെ തന്നെ അതെ നോക്ക് എത്ര ക്ലിയർ ആയിട്ടാ വിൻഡോസ് ക്ലീൻ ചെയ്തൊക്കെ നോക്കിയേ. എല്ലാ മുറിയിലും നമ്മൾ ലൈറ്റ്സ് ഇട്ടു ഉണ്ടാക്കാൻ ആൾക്കാർ വരുമ്പോൾ ലൈറ്റ് ഫാൻ ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്. ഫുൾ റോ വീടല്ലേ, ലൈറ്റൊക്കെ ഇട്ട് എല്ലാം റൂമിലും എല്ലാം ബാത്റൂം. യെസ് ഗൈസ്, മമ്മി ഫുൾ തൂത്തുവാരി, ചേച്ചി തുടച്ചു, പപ്പ ജനൽ തുടച്ചു, ഞാൻ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? എന്താ മമ്മി? ഞാൻ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്തില്ലേ, അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇത് പൊക്കും ഗൈസ് താഴ്ത്തു വരെ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുള്ള ഫീൽ വരട്ടെ എനിക്ക്. കുട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടാ, പുറത്ത് ഇടാൻ. അപ്പോൾ ആൾക്കാർക്ക് വരുമ്പോൾ എന്തെങ്കിലും കാല് ഉടച്ച് കയറാൻ പറ്റണ്ടേ. കാരണം എപ്പോഴും നമ്മുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടേക്കില്ലേക്ക്. ആൻഡ് ഞാൻ നിങ്ങൾക്ക് സംഭവം കാണിച്ചു തരാം കേട്ടാ. ഞാൻ എൻ്റെ ബാത്റൂമിൻ്റെ കാര്യത്തില്ലേ എക്സൈറ്റഡ് ആയിരുന്നില്ല. ഇത് നമ്മുടെ ബാത്റൂം സ്റ്റെപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ
ഈ ലൈറ്റ്. കാരണം ഇവിടെ നമ്മുടെ ഏകദേശം വരാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടുന്ന വാഷ് ബേസിന്റെ കറക്റ്റ് നേരെ ലൈറ്റ്. അപ്പൊ ഈ സ്വിച്ച് ബോർഡ് കൊണ്ട് നേരെ മിറർ വരുന്ന സ്ഥാനത്ത് വെച്ചിട്ട് കുറച്ച് താഴത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ മുകളിൽ വെച്ചിടായിരുന്ന പൊട്ടതൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇത് വളർത്തുമ്പോ അതൊക്കെ എന്തൊരു വെളിച്ചത്. വെരി എക്സൈറ്റഡ്. അടുത്ത മാസം ഈ സമയത്ത് നമ്മൾ ഈ വീട്ടിൽ താമസിക്കായിരിക്കും. ഭയങ്കര എക്സൈറ്റഡ്. ഓക്കെ, വാവ്, വാട്ട് ഈസ് ദിസ്? കിतना സുന്ദർ ലഗ് രഹാ ഹൈ കലശ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഈ നമ്മുടെ വാടക വീട്ടിലോട്ട് പോവാം. നമ്മുടെ കാറ്ററിങ്ങിന്റെ എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷീറ്റും ഷൂട്ടും ഒക്കെ നമ്മുടെ കസേരയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ നമ്മുടെ ഫുഡടി പരിപാടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫുൾ പാർക്കിംഗ് ക്ലീൻ ആക്കണം. 4 മണിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഫുഡ് പരിപാടികൾ ചെയ്യാൻ പോണത്. ഇപ്പൊ പോയാൽ കുത്തല്ല, ഇവിടെ ഫുള്ള് വെള്ളം ഇവിടെ ഉണ്ട്. ഫുൾ നമ്മൾ ചെയ്യണം. സൊസൈറ്റിയിൽ തന്നെ അത്യാവശ്യം സ്ഥലമുണ്ട്. അത് കാരണം പിന്നെ നമുക്ക് വേറെ കമ്മ്യൂണിറ്റി ഹാളൊന്നും അന്വേഷിക്കേണ്ട, ഫ്രീ ഓഫ് കോസ്റ്റ് ഇവിടെ തന്നെ കല്യാണമൊക്കെ നടത്തിയാലോ. പന്തലൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു അനുസരണയില്ലാത്ത കാറ് മാത്രം ഇവിടെ കിടപ്പുണ്ട്. അത് മാറ്റിയിരുന്നെങ്കിൽ അവിടെ കൂടെ നമുക്ക് കിട്ടിപ്പോയനെ. പക്ഷെ സാരില്ല, അത് മാറ്റുമ്പോൾ മാറ്റി. ഇവിടെ 1-2 വണ്ടികൾ ഡിസ്റ്റർബൻസ്, നമുക്ക് ഇതിനെടുത്ത് മാറ്റാം. വണ്ടി മാറ്റണ പുതിയ സ്റ്റൈൽ. ഭഗവതി രാജരാജേശ്വരി. ഇതില്ല, അവിടെ ചോട്ട കയറ്റി പോന്നെ, കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടാ അതെ ഇവിടെ ഇരിക്കണ സ്ഥലം. ആൻഡ് പാതുമനിന്നായിരുന്നോ ഇവിടെയാണ് നമ്മുടെ ഫുഡ് കൗണ്ടർ. ഇവിടെ ഉണ്ട് ഒരു അനുസരണയില്ലാത്ത വണ്ടി. ഇത് ഇവിടെ നിന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഫുഡ് സപ്ലൈ ഇവിടെ കൊണ്ട് സെറ്റ് ആക്കാൻ പറ്റും. ഇപ്പൊ 5 മണിയാകുമ്പോൾ ഇതെടുത്ത് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ലെറ്റ് സീ, നമുക്ക് പോകാം. പിള്ളേരെ ഇവിടെ നമ്മുടെ അടപ്പുള്ള പാത്രമുണ്ട്. ഈ നമ്മള് പലവരുടെ അടുത്ത് പോയിട്ട് കഴിച്ചിട്ടേ ഉള്ളൂ. ലൈറ്റ് എവിടെ വെച്ചാ? ഇവിടെയാണ് ലൈറ്റ്. നമ്മുടെ ലൈറ്റിങ്ങിന് വേണ്ടിയുള്ള പവർ സപ്ലൈ എടുത്തോണ്ടിരിക്കുകയാണ്. ലൈറ്റിങ്സ് കിട്ടല്ലേ? അടിപൊളി. റെഡി ആയി കഴിഞ്ഞാ അടിപൊളി. അത് മതി. അത് നോക്കട്ടെ പപ്പ. പപ്പ ദേ പർപ്പിൾ കളറിന്റെ ഷർട്ടൊക്കെ ഇട്ടു. ഓ പർപ്പിൾ. ഇവിടെ ഒന്നും ഫുഡ് ഇല്ലാട്ടാ, ബട്ട് സൂൺ വന്നതാണ്. അവിടെ നമ്മുടെ വെള്ളത്തിന്റെ സപ്ലൈ. താഴത്തെ കാറ്ററിംഗ് ഒക്കെ ഒന്ന് നോക്കി പറഞ്ഞു വന്നിട്ടുണ്ട്. പപ്പനെ അവിടെ വെച്ചിട്ടുണ്ട്. പപ്പ റെഡി ആയിട്ട് താഴത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ റെഡിയാവുന്ന പരിപാടിയില്ല. മമ്മിയുടെ സാരി നേരത്തെ മമ്മിക്ക് തേക്കാൻ കിട്ടി. ഇന്നലെ പപ്പ പറഞ്ഞായിരുന്നു തേച്ച് വെക്കാം. ഒക്കെ റെഡിയാ. എന്റെ ഫാമിലിയോട് പിന്നെ എന്ത് ലാസ്റ്റ് മൊമെന്റ് ആൾക്കാരാ. ഹോസ്റ്റാ പോലും ഹോസ്റ്റ് ഗസ്റ്റിന്റെ ബാക്കിയായിട്ട് ഇരിപ്പുണ്ട് ഇവിടെ. ഞാൻ സിൽക്കിനകത്ത് ഇട്ടിരുന്നു ഓപ്ഷൻ. അയ്യേ, ഇരുട്ടാക്കി എന്നെ കാണൂല. പിഞ്ചിരിക്കും, പക്ഷെ ക്രീസ് പോയി കിട്ടും. പിഞ്ച് കിടക്കുമല്ലോ, പിഞ്ചിയ സാരിയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വേറെ 2 ഒരുക്കം. ഇത് തീരാത്തൊരു. എക്സ്ക്യൂസ് മീ. ഓക്കെ ഗൈസ്, ഇവിടെ 3 സുന്ദരിമാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാറു, ഇതെന്ത് മൂർത്തി, എത്ര മൂർത്തി. ഇവിടെ നമ്മുടെ ചേച്ചി റെഡി ആയിട്ടുണ്ട്. അടിപൊളി പീച്ച് ഡ്രസ്. ഏറ്റവും ഐശ്വര്യ സൗന്ദര്യം നിറഞ്ഞിരിക്കണ മമ്മി. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത സാരിയാ നോക്കി. എന്നിട്ട് ഞങ്ങളെക്കാളൊക്കെ അടിപൊളി മമ്മിയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ അവര് നമ്മുടെ വീട്ടിലേക്ക് പോവാൻ. ആൻഡ് ഞാൻ ഇനി റെഡി ആകുമ്പോൾ കാരണം നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് വിച്ച് കൂട്ടിയാറുണ്ട്. ഞാൻ അല്ല പൂട്ടണ്ടേ? ഞാൻ പൂട്ടട്ടെ. നിങ്ങൾ 5 ദിവസമായി കുളിച്ചിട്ട് ഇന്നും ചിലപ്പോൾ കുളിക്കൂല. നേരമില്ല. കുളിക്കുന്ന വെച്ചാൽ ബോഡി വാഷ് പോലും ചെയ്തിട്ടില്ല. കാരണം പനി വിട്ട് പോയിട്ടില്ല എൻ്റെ ഇതുവരെ. അങ്ങനെ നമ്മൾ പറയാം. ഓക്കെ ഗൈസ്, 1 മിനിറ്റ്. കുന്തം പറയാൻ വന്നപ്പോഴത്തേക്കും വെള്ളം ഓവർഫ്ലോ. ഓക്കെ ഗൈസ്, അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഒരു ചുരിദാർ 2-3 സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട്. പക്ഷേ മമ്മിക്ക് എന്നെ പ്രായപൂർത്തിയായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് മമ്മി ഇവിടെ എന്നോട് ജീൻസും ടോപ്പ് ഇടാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഞാൻ ഒരു ജീൻസ്, അതിനോട് 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് മമ്മി ഒരെണ്ണം ആദ്യമേ എലിമിനേറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ 2 കാണിച്ചത്. നമ്മൾ ജീൻസ് ആൻഡ് ഈ 2 ടോപ്പിനാണ് ഓപ്ഷൻസ്. നമുക്ക് ഇതിന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. വേഗം റെഡി ആവാം. ഓക്കെ ഗൈസ്, ഞാൻ റെഡി ആയിട്ട് ഞാനൊരു ഗെറ്റ് റെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ ഫുൾ അതിനകത്ത് ഷെയർ ചെയ്തേക്കാം. ഇപ്പൊ കുറച്ച് ടൈറ്റ് ആണ്, ബട്ട് സാരില്ല. മമ്മി സെലക്ട് ചെയ്ത ടോപ്പല്ല. അപ്പൊ നമുക്ക് ഇതിന്നിടാം. അപ്പൊ നമുക്ക് വേഗം പോവാൻ. കാരണം ആൾക്കാർ വന്നു തുടങ്ങി. ഹോസ്റ്റ് ഇതുവരെ ഇവിടെ തുടങ്ങിയിട്ടില്ല.
ഇനി ഫൈനലി എല്ലാം ഗസ്റ്റുകളും കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ. മാസിക്ക് തരാണോ? അതെ പാറു മാസിക്ക് വേണ്ടി. താങ്ക് യു. അച്ചാർ അങ്കളെ ഇഷ്ടപ്പെട്ട ഫുഡ്? ഇല്ല കുറച്ച്. അങ്ങളെ പോവായ അതെയാ? അങ്ങനെ ഫുഡ് കഴിച്ചാൽ നല്ലതാണോ? Here is our food. First bite for my pillar. Cheers. 3 മണിട്ടാ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഉറക്കം വന്നില്ല കൊണ്ടുപോകും. ഭയത്തെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. എല്ലാ ഗസ്റ്റും വന്ന് എല്ലാവർക്കും ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ്. ഞാൻ 2 പ്രാവശ്യമൊക്കെ മേടിച്ച് കഴിച്ചു. അവർക്കും വീട് നമ്മുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും വന്ന ഗസ്റ്റൊക്കെ പറഞ്ഞ് അവർക്ക് വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഞങ്ങൾ ചെറുപ്പം മുതലേ കണ്ടുവന്ന അങ്കിൾ ആൻറ്റിമാർ കുറേ പേരുണ്ടായിരുന്നു. അവരുടെ ആ പ്രൗഡ്ഫുൾ ആയിട്ടുള്ള സംസാരം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതലേ അവർ നമ്മൾ വളർന്ന കണ്ട ആൻറ്റി അങ്കിൾമാരാണ്. അപ്പോൾ അവരിത് പറയുമ്പോഴേ നമ്മുടെ പാരൻസ് തന്നെ പറയണായിട്ടുള്ള ഫീലാണ് വരുന്നത്. കാരണം അവർ അത്രയ്ക്ക് സ്പെഷ്യൽ, ഞാൻ അത്രയ്ക്ക് ക്ലോസ് ആണ്. സോ ഞാൻ ശരിക്കും താങ്ക്ഫുൾ ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയില്ല. വീട് മേടിക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷെ ആ ഒരു ബും എന്ന് പറയുന്ന ഒരു ഗുമ്മു ഫീലിംഗ് വരില്ലേ, അത് ഈ ആൻറ്റി അങ്കിൾമാർ പറയുമ്പോഴാണ് ശരിക്കും എനിക്ക് സന്തോഷമായത്. ആൻഡ് ശരിക്കും എനിക്ക് എൻ്റെ ഈ ഒരു ഡിസിഷൻ വർത്തിട്ടായിട്ട് ഫീൽ ആയി. എന്നുവെച്ചാൽ ദൈവം അനുഗ്രഹിച്ച് എല്ലാം നന്നായിട്ട് നടന്നു. അതെന്നെ കാര്യം. ജസ്റ്റ് ആ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തില്ലായിരുന്നു, അതൊന്ന് റിമൂവ് ചെയ്ത് അത്ര ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. താരക് മേത്ത അവരെല്ലാവരും അപ്പുറത്ത് കിടക്കണം, ഞാൻ മാത്രം ഇവിടെ. കാരണം എനിക്ക് പനിയായിരുന്നില്ല. അപ്പോൾ ഇതൊരു പനി മുറിയാണ് ഗൈസ്. ഫുൾ ഓഫ് പനി ബാക്ടീരിയ നടന്നിട്ടുള്ളത്. ദിവസം ഞാൻ തന്നെ ഇതിനകത്ത് കിടക്കണം. നാളെ എല്ലാം ബെഡ്ഷീറ്റും കുച്ചിട്ടൊക്കെ എടുത്ത് കഴുകാടണം. കാരണം ഇപ്പം എനിക്ക് നോർമലായിട്ട് ഞാൻ മരുന്ന് നിർത്തി ഡോസ് കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഗുഡ് മോർണിംഗ് ആയ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ഇത് കുളിച്ചിട്ടില്ല അത് കാര്യം. ഓക്കെ സാർ, അല്ലാതെ നിങ്ങൾക്ക് വല്ല കാര്യമൊക്കെ ഉണ്ടാവും. ചില കാര്യം നമ്മുടെ സ്ഥിര കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മറ്റേ വീട്ടിലേക്ക് പോകട്ടെ. കാരണം അവിടെ കിച്ചൺ ക്യാബിനറ്റ്സ് എന്താ സെറ്റാക്കാൻ വന്നിട്ടുണ്ട് ആൾക്കാർ, ഇന്റീരിയേഴ്സിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇന്നലത്തെ ഫംഗ്ഷനിൽ നമുക്ക് എല്ലാ ഗസ്റ്റും തന്ന ഗിഫ്റ്റ്സ് അൺറാപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഒരാൾ ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇന്നലെ മുതൽ സോര് തന്നിട്ടില്ല. എങ്ങനെയാണോ രാത്രി ഉറങ്ങിയെന്ന് അറിഞ്ഞൂടാ. ചേച്ചി എവിടെ പോയി? ലെറ്റ്സ് ഗോ ഗൈസ്. എവിടെ പോയി? ചാവി എവിടെ? ബാബാരു പോണ്ട് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഗുഡ് മോർണിംഗ്. ഗൈസ് നമ്മൾ വന്നുകൊണ്ട് വീട്ടിലേക്ക് ടട്ടടാ. ദീസ് ഓൾ ആർ അവർ ഗിഫ്റ്റ്സ്. എല്ലാം അൺബോക്സ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആർത്തി പണറുണ്ട് ഗൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൈസ് ഫൈനലി പാറു ആമയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ചെയ്തു. ഇപ്പൊ പാറിന്റെ ആമനെ പേടിയില്ലല്ല? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടായ? ഹായ്, സൂപ്പർ ഹെയർ സ്റ്റൈൽ. ഐ ലവ് ഇറ്റ്. നിങ്ങൾ പോക്കോട്ടെ, ഞാൻ വന്നില്ല. ഇക്ലിയായ എപ്പടോ ഒരാൾ എന്നോട് പറയാ, ഗൈസിനോട് പറയാൻ. എന്ത് പറയണം? ഞാനിന്ന് പോവാണ്. ഗൈസ് ബൈ ഗൈസ്. എവിടെയൊക്കെ കൊണ്ടാക്കണേ? പാറു ഗൈസിനോട് ബൈ പറ. ബൈ ഗൈസ്. ബൈ ഗൈസ്. वो तो हमारा डील हो गया. चल भरा मत. ചലോ. ഓം നമ ശിവായ പാപ്പ. ഓക്കെ ഗൈസ്, നമ്മൾ വിട്ടിട്ട് വരാം. ചേച്ചിനും ഞാനും അമ്മയാട്ട പോണത് വിടാൻ. ആക്ച്വലി ഇന്ത്യക്കാർ വന്നേക്കണോണ്ടേ പപ്പയ്ക്ക് അവിടെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ പപ്പ പോയിട്ട് വരട്ടെ ഞങ്ങള്. ഓം നമ ശിവായ. എവിടെ? ആ മുഖമൊക്കെ കെട്ടി ഇവിടെ റെഡിയാണല്ലോ. ഡിക്കമായി തുന്തളമായി റെഡി. എല്ലാരും വന്നോ? വന്നൂടിയേ, വണ്ടി വന്ന് പൂവായി.
ലെഫ്റ്റിലോട്ട് കയറിക്കോട്ടാ ചേച്ചി. റിഫ്ലക്ഷൻ കാണുന്നില്ല. ബൈ. ഓം നമ ശിവായ. അതും ഇവിടെ എന്തിനാണ് ഇതെന്തിനാ വെള്ളം തൂപ്പണ പാവം പാറു. ഇതാട്ട് നമ്മുടെ പാറു ഇട്ടിട്ട് ഇവിടെ കണ്ണട കണ്ട ഇച്ചിരി. എന്താ കാണിക്കണേ? രണ്ടിന് പോണാ. മമ്മി വിക്ടറി കാണിച്ചതാ പാറു. ആ എല്ലാം കണ്ട്. എന്നിട്ട് ഞാൻ തന്നെ കുടിക്കൂ. 3 മണിയാവും ഈ വണ്ടി വിടുമ്പോ. നമുക്ക് അകത്ത് പോയി ഹലോ പറഞ്ഞിട്ട് വരാം. ഇതെന്തിനാ ഞാൻ വയ്ക്കുന്നത്? ബൈ 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 ബൈ. മമ്മി ബഹീൻ പോയി. എന്നാ നമുക്ക് സ്ഥലം വിടാം. വിഷമം കഴിഞ്ഞ്. ഓക്കെ ഗൈസ്, ബഹീനും ബഹീന്റെ മോളും സ്ഥലം വിട്ടു. ഇനി ഞങ്ങളും സ്ഥലം വിടട്ടെ. ഈ പുഴുങ്ങൽ ചൂടിൽ ഇനി ഓട്ടോ പിടിച്ച് പോണല്ലോ ദൈവമേ. എന്തോ പറ്റി? ചെയിൻ വലിച്ചാ? വാട്ട് ഹാപ്പൻഡ്? ഇങ്ങനൊക്കെ കയറോ മനുഷ്യൻ? ഓക്കെ ഓക്കെ ബൈ. ലെറ്റ്സ് ഗോ ടു ഹോം. കിടന്നോളാം.